ബോധമില്ലാത്ത ഒരു മരയോള അവൻ പോയിട്ട് ചോദിക്കുകയാണ് അഖിൽമാരാർ പറഞ്ഞല്ലോ ബിഗ് ബോസിലെ മത്സരാർത്ഥികളൊക്കെ കടന്നു കൊടുത്തിട്ടാ പോണെന്ന്. മാരാര് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചത്, അല്ലാതെ ഇത് പൊട്ടി വീണ് മുളച്ചതൊന്നുമല്ല. ഒരു ഇന്റർവ്യൂ എങ്ങനെ സംസാരിക്കണമെന്ന് മാരാര് പറഞ്ഞു, അല്ലാതെ ആടിനെ പട്ടിയാക്കുകയോ പട്ടി ആടാക്കുന്ന പരിപാടിയൊന്നും എനിക്കറിയത്തില്ല മാരാരെ. ഇത് ഒന്ന് പറയും, പിന്നെ വേറെ ഒരു ലൈവ് വരുമ്പോൾ തിരുത്തി പറയുന്ന ജനങ്ങൾ തന്നെ പൊട്ടന്മാരാണ്. അതൊക്കെ പണ്ടത്തെ കാലം മാരാര് പറഞ്ഞ് കേട്ടിരിക്കാൻ പൊട്ടന്മാരല്ല ഞങ്ങള്, അത് മനസ്സിലാക്കണം. ഇവനെയൊക്കെ മോന്താണ് അവിടെ ചെബുക്കരാജി പറിക്കില്ല, അവരുടെ കൺമുന്നിൽ കണ്ടാണ് ചെബുക്കരാജി പറിക്കാൻ തോന്നുന്നു. നീ എവിടെ നിന്നാണ് കഴിവറാവാൻ ഇത് കേട്ടത്? ഈ വിളിച്ച തെറിക്ക് തിരിച്ചു വിളിക്കാൻ എനിക്ക് തെറി അറിയാണ്ടല്ല, നല്ല രീതിയിൽ എനിക്കും തെറി അറിയാം. പക്ഷെ ഇതുപോലെ തന്നെ ഇനിയും ആളുകളെ തെറി വിളിക്കണം. മാരാറിന്റെ വിചാരം മാരാറിന്റെ തെറി വിളിക്കുമ്പോൾ പേടിച്ചു, ഞാൻ അവതരണം നിർത്തി. എന്തോ നിർത്താനാ. ഇപ്പൊ ശരണ്യ ഇത് കേട്ടിട്ടില്ല. ശരണ്യ ബിഗ് ബോസിനകത്ത് നിൽക്കുമ്പോൾ ഉണ്ടായ ഒരു വിഷയം, അല്ലെങ്കിൽ ശരണ്യ ആയിക്കോട്ടെ മറ്റൊരു സ്ത്രീ ആയിക്കോട്ടെ, ഇവരടുത്ത് പോയി ചോദിക്കുന്ന ഇതാണ്. ഇപ്പൊ സ്ത്രീകളെ ഭയങ്കര വില. മാരാരെ ഒന്നെങ്കിൽ മാരാര് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആ സ്ത്രീകളുടെ പേര് വെളിപ്പെടുത്തണമായിരുന്നു. അല്ലാതെ ഇപ്പം വന്നിട്ട് അയ്യോ സ്ത്രീകൾക്ക് എന്ത് തോന്നും. അതുകൊണ്ട് തന്നെ ഞാൻ ആ ചോദ്യം ചോദിച്ചത്. എന്റെ ഒരു സഹോദരി ബിഗ് ബോസ് ഞാൻ വിട്ടു, പുറകെ മാരാരിന്റെ സ്റ്റേറ്റ്മെന്റ് വിടുന്നു, ബിഗ് ബോസിൽ വരുന്നവർ ഇവർ യൂസ് ചെയ്യുന്നുണ്ട്.